ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു കിച്ചൺ കാർണിവൽ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ടെറിയാക്കി പ്രൗൺസ് ആണ്. ഇത് വളരെ ഫ്ലേവർഫുൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് കുറച്ച് പാസ്തയും കൂടെ റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ രണ്ട് റെസിപ്പിയും എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിലേക്കായിട്ട് ഒരു 1/2 കിലോ പ്രൗൺസ് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ക്ലീൻ ചെയ്തതാണ്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൽ ചേർക്കേണ്ടുന്നത് 1 ടീസ്പൂൺ ഒലിവ് ഓയിലാണ്. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. തൽക്കാലം നമുക്കിതിലേക്ക് ഉപ്പൊന്നും ആഡ് ചെയ്യേണ്ട. ഇത് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം ഇതൊരു അരമണിക്കൂർ മാറ്റി വയ്ക്കണം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു മാരിനേഷൻ സോസ് കൂടെ റെഡിയാക്കാം. അതിലേക്കായിട്ട് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടീസ്പൂൺ ബ്രൗൺ ഷുഗർ, 1 ടീസ്പൂൺ റെഡ് ചില്ലി ഫ്ലേക്സ്, 2 ടീസ്പൂൺ സോയാ സോസ്, ഇത്രയും എടുക്കാം. ഇനി നമുക്ക് സോയാ സോസിലേക്ക് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടുന്നത് ബ്രൗൺ ഷുഗറാണ്. ബ്രൗൺ ഷുഗർ ഇല്ലെങ്കിൽ നമുക്ക് ജാഗരി പൗഡർ ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് റെഡ് ചില്ലി ഫ്ലേക്സും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. ഈ സോയാ സോസിൽ ഓൾറെഡി ഉപ്പുണ്ട്, അതുകൊണ്ടിട്ടാണ് നമ്മൾ പ്രൗൺസിൽ ഉപ്പ് ചേർക്കാതിരുന്നത്. ഇതാണ് ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ടുള്ള മാരിനേഷൻ സോസ്. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു പാനിലേക്ക് കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രൗൺസ് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഒലിവ് ഓയിൽ തന്നെ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒലിവ് ഓയിൽ ഇല്ലെങ്കിൽ നമുക്ക് സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ എല്ലാ പ്രൗൺസും ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരണം. ഇടയ്ക്ക് നമുക്കൊന്ന് തിരിച്ച് മറിച്ചുമിട്ട് കൊടുത്ത് ഇതൊന്ന് ഫ്രൈ ആക്കിയെടുക്കാം. ഏകദേശം ഒരു 10 മിനിറ്റ് ആകുമ്പോഴേക്കും തന്നെ പ്രൗൺസ് നന്നായിട്ട് കുക്കായി കിട്ടും. ഇതിപ്പോൾ അതിൻ്റെ വെള്ളമെല്ലാം വറ്റി വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മാരിനേഷൻ സോസ് കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം. ആ മാരിനേഷൻ ആ പ്രൗൺസിലെല്ലാം നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഈ പ്രൗൺസ് എല്ലാം വൈറ്റ് കളറില്ലേ, ഈ ഒരു മാരിനേഷൻ നമ്മൾ ചേർത്ത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇതൊരു ബ്രൗൺ നിറമാവും. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. ടെറിയാക്കി പ്രൗൺസിൻ്റെ കറക്റ്റ് കളറ് ആ ബ്രൗൺ ഒരു കളറാണ്. ഇപ്പോൾ ചെറുതായിട്ട് ആ മാരിനേഷനെല്ലാം ആ പ്രൗൺസിൽ പിടിച്ച് വരുന്നുണ്ട്. നമുക്ക് കുറച്ച് നേരം കൂടി ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ നന്നായിട്ട് ആ പ്രൗൺസിൽ ആ ഒരു മാരിനേഷൻ പിടിച്ച് അതൊരു നല്ല ബ്രൗൺ നിറമായിട്ടുണ്ട്. നമ്മുടെ ടെറിയാക്കി പ്രൗൺസ് റെഡിയാണ്. ഇത് വളരെ ഫ്ലേവർഫുൾ ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. കാരണം നമ്മളിതിൽ മറ്റൊരു മസാലയൊന്നും ആഡ് ചെയ്യുന്നില്ലല്ലോ. ആ ഒരു പ്രൗൺസിൻ്റെ ഒരു ഒറിജിനൽ ഫ്ലേവർ നമുക്ക് ഈ ഒരു റെസിപ്പിയിൽ കിട്ടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി ടെറിയാക്കി പ്രൗൺസിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നമ്മൾ കുറച്ച് പാസ്തയും കൂടെ റെഡിയാക്കുന്നുണ്ട്. അതിന് തന്നെ നമുക്ക് കുറച്ച് വെള്ളത്തിൽ പാസ്ത ഇട്ടാൽ തിളപ്പിച്ച് വേവിച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് അതൊന്നൊരു സ്ട്രെയിൻ ചെയ്തെടുക്കാം. ഞാനിവിടെ എൽബോ പാസ്തയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആകൃതിയിലുള്ള പാസ്ത യൂസ് ചെയ്യാം. ഇനി നമുക്കൊരു പാനിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഒലിവ് ഓയിലോ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അതുകൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ചെറിയൊരു ബ്രൗൺ നിറമാവുന്ന വരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ നന്നായിട്ട് വഴന്ന് വരുന്നുണ്ട്. കുറച്ചുകൂടി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. അതൊരു ചെറിയ ബ്രൗൺ നിറമാവട്ടെ, അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ ഏകദേശം ഒരു ബ്രൗൺ നിറമാവുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ക്യാപ്സിക്കം, ഞാനിവിടെ ഗ്രീൻ ക്യാപ്സിക്കമാണ് യൂസ് ചെയ്യുന്നത്, അതും കൂടെ ഇട്ട് കൊടുക്കാം. വേറെ ഏത് കളറിലുള്ള ക്യാപ്സിക്കവും നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. അപ്പോൾ കുറച്ചൊരു കളർഫുള്ളായിരിക്കും. ഇനി നമുക്കിതൊന്നും കൂടെ ഒന്ന് വഴറ്റി കൊടുക്കാം. ക്യാപ്സിക്കത്തിന് അധികം വേവൊന്നുമില്ല, ഒരു 3 മിനിറ്റ് മതിയാവും അത് വെന്ത് കിട്ടാനായിട്ട്. ഇനി ഇതിൻ്റെ കൂടെ ഞാൻ ചേർക്കുന്നത് ഗ്രീൻ പീസാണ്, ഫ്രോസൺ ഗ്രീൻ പീസാണ്. ഇത് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ്, ഇപ്പോൾ ബ്രൊക്കോളി ചേർക്കാം, അതല്ലെങ്കിൽ ക്യാരറ്റ്, ബീൻസ്, ഏത് വെജിറ്റബിൾ വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 3 മിനിറ്റ് കൂടെ ഇതൊന്ന് വഴറ്റി കൊടുക്കണം. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ ഒറിഗാനോ ആണ്. നല്ലൊരു ഫ്ലേവർ കിട്ടും ഒറിഗാനോ ചേർത്ത് കൊടുക്കുമ്പോൾ. ഇനി നമുക്കിതിലേക്ക് മസാലയും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ചേർക്കുന്നത് 1 ടീസ്പൂൺ റെഡ് ചില്ലി പൗഡർ, പിന്നെ ഒരു 2 ടീസ്പൂൺ കൊറിയാണ്ടർ പൗഡറാണ്. അതിനുശേഷം ചേർക്കുന്നത് 1 ടീസ്പൂൺ ഗരം മസാലയാണ്. ഇത്രയും ചേർത്തതിന് ശേഷം നമുക്ക് വീണ്ടും ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ആ ഒരു മസാലയുടെ പച്ച നിറമെല്ലാം മാറുന്നവരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പാസ്തയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം.
ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ആ ഒരു മസാല അതിനകത്തേക്ക് നന്നായിട്ട് കോട്ടാവണം. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നന്നായിട്ടൊന്ന് കോട്ടാക്കിയിട്ടെ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനി ഞാനിതിലേക്ക് ചേർക്കുന്നത് ഗാർലിക് ചില്ലി സോസാണ്. നിങ്ങളുടെ കയ്യിൽ ഈ ഒരു സോസ് ഇല്ലയെന്നുണ്ടെങ്കിൽ വെറും ചില്ലി സോസ് ചേർത്താലും മതിയാകും. ഗ്രീനോ റെഡോ ഏത് വേണമെങ്കിലും ചേർക്കാം. ഇനിയും നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വരട്ടെ. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ആവുന്നുണ്ട്. ഇനി ഞാനിതിലേക്ക് ചേർക്കുന്നത് ഫെറ്റ ചീസാണ്. അതൊന്ന് ക്യൂബായിട്ട് കട്ട് ചെയ്തതാണ്. നിങ്ങളുടെ കയ്യിൽ ഫെറ്റ ചീസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മൊസറോള ചേർക്കാം, അതല്ലെങ്കിൽ ചെഡാർ ചീസ് ചേർക്കാം. ഇഷ്ടമുള്ള ഏത് ചീസ് വേണമെങ്കിലും ചേർക്കാം. ചീസും കൂടെ ചേർക്കുമ്പോൾ ഇത് കുറച്ചുകൂടെ ഒന്ന് ഫ്ലേവർഫുള്ളാവും. അതിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ പാസ്ത ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പാസ്തയും ടെറിയാക്കി പ്രൗൺസും ഇവിടെ റെഡിയാണ്. നിങ്ങൾ വീട്ടിലിതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണിത്. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് ഞങ്ങളെ അറിയിക്കൂ. മെനി താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.